കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, താങ്കൾക്ക് തെറ്റി. മുന്തിരിച്ചാറും കേക്കും തീറ്റയും കിട്ടുമ്പോൾ ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ വിലയും ഇരിക്കുന്ന കസേരയുടെ മഹത്വവും മറക്കുന്നവരല്ല ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരും നേതാക്കളും. താങ്കളുടെ പാർട്ടിയുടെയും താങ്കളുടെയും സംസ്കാരം വിളിച്ചോതിക്കൊണ്ട് താങ്കൾ പറഞ്ഞില്ലേ മതമേലധ്യക്ഷന്മാർക്ക് രോമാഞ്ചമുണ്ടായി എന്ന്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്തുമസ് വിരുന്നിന് ക്രൈസ്തവ നേതാക്കളെ വിളിച്ചതറിഞ്ഞ് ക്ഷണിച്ചതറിഞ്ഞ് ഒരു സാധാരണ വിശ്വാസിയെ എനിക്ക് പോലും രോമാഞ്ചമുണ്ടായി. കാരണം എന്താണെന്നോ, ക്രൈസ്തവർക്ക് വേണ്ടി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും സമുദായ നേതാക്കളെയും വിളിച്ചത് ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാര് AKG സെന്ററിലേക്കോ RSS കാര്യാലയത്തിലേക്കോ BJPയുടെ ആസ്ഥാനത്തേക്കോ അല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ പൗരന്മാരായ ക്രൈസ്തവരെയാണ് തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ക്രിസ്തുമസ് ആഘോഷത്തിന് വേണ്ടി വിളിച്ചത്. ഇന്ത്യയുടെ പൗരന്മാരെന്ന നിലയിൽ അത് പോകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ പോകുക തന്നെ ചെയ്യും. ഇനിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ പോകും. അതിന് AKG സെന്ററിന്റെ സർട്ടിഫിക്കറ്റോ പോളിറ്റ് ബ്യൂറോയുടെ അനുമതിയൊന്നും ആവശ്യമില്ല. പിന്നെ മണിപ്പൂർ മറന്ന കാര്യം, മണിപ്പൂർ മാത്രമല്ല ഛത്തീസ്ഗഡും ഒറീസയും ഗുജറാത്തും ഒന്നും ഞങ്ങൾ മറക്കില്ല. ക്രൈസ്തവ പിന്നോക്കാവസ്ഥ പഠിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി നിയമിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നതും അതിലെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാത്തതും, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ക്രൈസ്തവരുടെ എല്ലാ പ്രതിഷേധങ്ങളെയും മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി ആരും അറിയാതെ അബ്ദുൾ റഹ്മാന് കൈമാറിയതും, KT ജലീൽ എന്ന മുൻ സിമി തീവ്രവാദി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ ന്യൂനപക്ഷ പ്രീണനങ്ങളും KMCM DFCയെ ഒരു പ്രത്യേക മതന്യൂനപക്ഷത്തിന്റെ വകുപ്പാക്കി മാറ്റിയതുമൊന്നും ക്രൈസ്തവര് മറക്കില്ല. ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും ചെമ്പും ബിരിയാണിയും ഡിപ്ലോമാറ്റിക് ബാഗേജിലുള്ള സ്വർണമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനത്തെ മറന്ന് തീവ്രവാദികൾക്ക് കൊടപിടിച്ച നിങ്ങളെ എങ്ങനെയാ ഞങ്ങൾക്ക് മറക്കാൻ വേണ്ടി പറ്റുക? മലയോരവാസികളെ കാട്ടുമൃഗങ്ങൾക്കും കർഷകരെ പട്ടിണിക്കും തീരദേശവാസികളെ കോർപ്പറേറ്റുകൾക്കും വേണ്ടി വിട്ടുകൊടുത്ത നിങ്ങളെ ഇവിടുത്തെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റുമോ സഖാവേ? പാർട്ടി ഓഫീസുകളെ യൂണിവേഴ്സിറ്റിയിലാക്കിക്കൊണ്ട് PhD സർട്ടിഫിക്കറ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ വിതരണം ചെയ്യുന്ന നിങ്ങളുടെ നിലപാടുകൾ, സർക്കാർ സർവീസുകളിൽ പാർട്ടി ഗുണ്ടകളെ മാത്രം തിരികെ കയറ്റിക്കൊണ്ട് നടത്തുന്ന നിയമനങ്ങൾ, ഇവിടുത്തെ സാധാരണ യുവജനങ്ങൾ മുഴുവനും ദേശം വിടാൻ നാട് വിടാൻ പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ നയവും തൊഴിൽ നയവും ഒക്കെ എങ്ങനെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ വേണ്ടി പറ്റും? ഒരു കാര്യം മാത്രം പറയാം, ക്രൈസ്തവ സമൂഹത്തെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും പൊതുസമൂഹത്തിൽ അവഹേളിച്ചും അടിമകളാക്കി വെക്കാമെന്നുള്ള നിങ്ങളുടെയൊക്കെ തീരുമാനമുണ്ടല്ലോ, നയങ്ങളുണ്ടല്ലോ, അതൊന്നും ഇനി നടക്കില്ല. ഈ കേരളത്തിലെ നീതി നിഷേധിക്കുന്നവരോടൊപ്പം പാവപ്പെട്ടവരോടൊപ്പം അവരുടെ നീതിക്ക് വേണ്ടി പോരാടാൻ, ഈ രാജ്യത്തും ഈ ദേശത്തും സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുവാൻ എന്നും ക്രൈസ്തവ സമൂഹവും ഞങ്ങളുടെ മതമേലധ്യക്ഷന്മാരും സമുദായ നേതാക്കളും ഉണ്ടാകും. അതിന് ഒരു സജി ചെറിയാന്റെയോ ഒരു ബിനോയ് വിശ്വത്തിന്റെയോ ഒരു പിണറായി വിജയന്റെയോ സർട്ടിഫിക്കറ്റും തിട്ടൂരോ ഞങ്ങൾക്ക് ആവശ്യമില്ല. സംസ്കാരം അല്പമെങ്കിലും ഉള്ള ആളാണ് ഈ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെങ്കിൽ ക്രൈസ്തവ സമൂഹത്തോട് മുഴുവൻ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്.